ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം മുന്നമേ നേർന്നുകൊണ്ട് പവർ ടു എംപവർ എന്ന യൂട്യൂബ് ചാനലിലൂടെ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിനായുള്ള കാത്തിരിപ്പിൻ്റെ 6-ാം പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുവാൻ അനുതാപ ഹൃദയത്തിനായിട്ട് നമ്മെ ഒരുക്കാം. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളിൽ അനുതാപം ഇല്ല എന്നതാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന ആഹ്വാനവുമായാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്ത് അനുതാപം നമ്മളിൽ ഇല്ല, രൂപപ്പെടുന്നില്ല. മറിച്ച് ന്യായീകരണങ്ങളും ന്യായവാദങ്ങളും ഉള്ള ഒരു തലമുറ രൂപപ്പെട്ടു വരുമ്പോൾ ആധ്യാത്മികതയെ തകിടം മറിച്ചുകൊണ്ട് നമ്മൾ യുക്തിവാദ ചിന്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ തത്വജ്ഞാനത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇതൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കാതെ നാം ഇരുട്ടിൽ തപ്പിത്തടയുന്നൊരു കാലഘട്ടത്താണ്. ആ ഇരുട്ടിനെ നമ്മൾ ന്യായീകരിച്ച് ശരിയെന്ന് വിളിച്ച് ആ ഇരുട്ടിൽ നമ്മൾ ജീവിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കെങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും? ആയതുകൊണ്ട് കാത്തിരിപ്പിൻ്റെ നാളുകളിൽ ആത്മാവിൽ എളിമപ്പെടുവാൻ വേണ്ടി യെശയ്യാ 66:2 നമുക്ക് വിരൽ ചൂണ്ടാം. ബൈബിൾ കയ്യിലെടുത്ത് ചേർന്ന് വായിക്കാം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യെശയ്യാ 66:2 ഒരിക്കൽ കൂടി ചേർന്ന് വായിക്കാം. യെശയ്യാ 66:2 ആത്മാവിൽ എളിമപ്പെടുക, അനുതാപം ഉണ്ടായിരിക്കുക, ദൈവവചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതാണ് പരിശുദ്ധ അമ്മ മറിയത്തിൽ നാം കണ്ടത്. അമ്മ മറിയം കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞത് വചനത്തെ താഴ്മയോടെ ആത്മാവിലുള്ള എളിമ കൊണ്ട് നേടിയെടുത്തതാണ്. ദൈവമക്കളെ, ആത്മാവിൽ എളിമപ്പെടാനുള്ള അഭിഷേകം കിട്ടാൻ യെശയ്യാ 66:2 ഈ പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിപ്പാൻ കാത്തിരിപ്പിൻ്റെ ഈ 6-ാം പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. വിശുദ്ധിക്കായി പ്രാർത്ഥിക്കാം, എളിമയ്ക്കായി പ്രാർത്ഥിക്കാം, അനുതാപത്തിനായി പ്രാർത്ഥിക്കാം. ഈ ലോക മോഹങ്ങളോട് നോ പറയുവാൻ, ഈ ലോക യുക്തിവാദങ്ങളോട് നോ പറയുവാൻ, ഈ തത്വജ്ഞാനങ്ങളോട് നോ പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനവരം നമ്മളിലേക്ക് അയക്കുവാൻ, വിവേചനത്തിൻ്റെ വരം നമുക്ക് ലഭിക്കുവാൻ, നമ്മളിലേക്ക് അയക്കുവാൻ ഏറെ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്താം, പാകപ്പെടുത്താം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് ജയ്മോനച്ചൻ.